വിളിച്ചാൽ മതി, റെക്കമെൻഡ് ചെയ്യാമെന്ന്. കാര്യം എങ്ങനെയും ഒന്ന് ഒഴിഞ്ഞു പോക്കോ എന്നാണത് പറയുന്നത്. ഇത് പച്ചയ്ക്ക് തന്നെ പറയുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോ പ്ലീസ്. ഞങ്ങൾക്ക് അപമര്യാദയോടുകൂടെ പെരുമാറി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഞങ്ങളുടെ അപ്പച്ചനും അമ്മയ്ക്കോട് ഇനി അപമര്യാദ കാണിച്ചിട്ട് പോലും. നമസ്കാരം, മല്ലുടെക് GB വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ചില വീടുകളിൽ നിന്ന് മലയാളി കെയർ ഗീവേഴ്സിനെ പറഞ്ഞു വിടുന്ന സാഹചര്യം, അത് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി അത് എങ്ങനെ എന്നുള്ള ഒരു ചെറിയ ചർച്ചയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തപ്പം കുറച്ചും കൂടി അതിനൊരു ക്ലാരിറ്റിയോട് കൂടി വീഡിയോ ചെയ്യാവോ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സംഭവം എന്താണ് എന്നിങ്ങനെ പലരും ചോദിച്ചിരുന്നു. അപ്പം ഈ ഒരു കമൻറ്റ് കണ്ടോ? ഈ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവ് ഒരു കമൻറ്റ്, ഒരു തെറിയൊക്കെ കൂട്ടി ഒരു മഹാൻ ഇട്ടിരിക്കുന്ന കമൻറ്റാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മഹാൻ്റെ ഫുൾ ഫോട്ടോ ഇവിടെ ഇടാം. കാര്യം അനാവശ്യമായിട്ട് വന്ന് തെറി പറഞ്ഞ ഒരാളാണ്. തിരിച്ച് തെറി പറയാനും അറിയാം, അറിയത്തില്ലാത്ത ആളുമല്ല. ഇത് പറയാൻ കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ കൊള്ളുന്നുണ്ട് എങ്കിൽ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇദ്ദേഹം ഒരു കെയർ ഗീവർ ആണെങ്കിൽ ആ വീട്ടിൽ എന്തൊക്കെ കോപ്രായം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചില വീഡിയോസ് ചിലർക്ക് കൊള്ളും, ചിലർക്ക് പാഠമാകും, ചിലരതിനെ ഒരു ഞാനൊരു കെയർ ഗീവർ ആകുമ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് ചിലർ തീരുമാനമെടുക്കും. ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എനിക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷനിൽപ്പെട്ട് ഇവിടെ ഉള്ള 10 അല്ലെങ്കിൽ 5 വർഷമായവർക്ക് വേണ്ടിയുള്ളതല്ല. ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഈ പറയുന്ന മേഖലകളിൽ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള സമർപ്പണവും കോൺട്രിബ്യൂഷൻസ് എല്ലാം കൊടുത്തുകൊണ്ട് നിൽക്കുന്നവരാണ്. നമ്മളെ ആരും ഇവിടുന്ന് പറഞ്ഞുവിടാൻ പോകുന്നില്ല. എന്നാൽ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേർ 2-3 ഫോൺസും ഹെഡ്സെറ്റും ഒക്കെ വെച്ചുകൊണ്ട് യോയോ കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ആ യോയോയിൽ ഒരു അപകടമുണ്ട്, അത് നിങ്ങളുടെ ജോലിയെ തീർച്ചയായിട്ടും ബാധിക്കുമെന്ന് പറയേണ്ടത് നമ്മളല്ലാതെ പിന്നെ ആരാണ്? ഇസ്രായേലിൽ നിൽക്കുന്ന നമുക്കല്ലത് പറയാൻ പറ്റും. നാട്ടിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ വിശകലനം ചെയ്യുന്നവർക്ക് ഇത് അറിയില്ലല്ലോ. സോ നമ്മൾ ഇസ്രായേലിൽ നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ കെയർ ഗീവർ മേഖലയിൽ ഓരോ ദിവസവും നമുക്ക് വരുന്ന കോളുകൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ജോലിയിൽ നിന്ന് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അവിടെ സോഷ്യൽ വർക്കർ പോയി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വരും തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാകട്ടെ എന്നോർത്തും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇസ്രായേലിൽ ജോലികൾ ഒരുപാട് വിസകൾ കിട്ടട്ടെ എന്നുള്ളതുകൊണ്ടുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നവരോടൊന്നേ പറയാനുള്ളൂ, ഒന്നെങ്കിൽ നിങ്ങളുടെ തലയിൽ ആ കോഴിത്തൂവൽ ഉണ്ടാവും എപ്പോഴും, മനസ്സിലായോ? അതായത് അയ്യോ ഇത് എന്നെ ഉദ്ദേശിച്ചാണല്ലോ എന്ന്. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ പിന്നിലെ സത്യം എന്താണെന്ന് വെച്ചാൽ, 3 മാസമായ ഒരു കുട്ടി ഒരിടത്ത് ജോലിക്ക് കയറുന്നു. ആദ്യ വിസയാണ് വീട്ടിലെ. അപ്പോൾ തന്നെ അറിയാം, ഒരു വീട്ടിൽ ഒരു വിസയ്ക്ക് ആളെ വെക്കണമെന്നുണ്ടെങ്കിൽ അവർ പല മാനദണ്ഡങ്ങൾ, അവിടെ അക്കോമഡേഷൻ, ഫുഡ്, സാലറി കൊടുക്കാനുള്ള ക്യാപ്പബിലിറ്റി, അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ആരുടെ പേരിലേക്കാണോ ലൈസൻസ് എടുക്കുന്നത് അവരുടെ എലിജിബിലിറ്റി, അല്ലെങ്കിൽ അവരുടെ രോഗസാധ്യതകളെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ്, ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരാളെ വിസയ്ക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരാളെ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വെക്കുമ്പം തീർച്ചയായിട്ടും ആ വീട്ടിൽ ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ അവിടെ ഒരാളെ വെക്കുന്നത്. അങ്ങനെ വരുന്നയാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ വെക്കേണ്ട കാര്യം ആ ഫാമിലിക്ക് ഇല്ലല്ലോ. അപ്പോൾ ആ ഫാമിലിക്ക് അവരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സാലറി കൊടുത്ത് ഒരാളെ വെക്കുമ്പോൾ ആ വീട്ടിൽ അദ്ദേഹം അല്ലെങ്കിൽ അമ്മച്ചി അല്ലെങ്കിൽ അപ്പച്ചൻ അവരുടെ മക്കൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു കെയർ ഗീവറെ അവിടെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം അവർക്കുണ്ടോ? അപ്പം അവർ ഒന്നുകിൽ നിങ്ങളെ എടുത്ത് തൂക്കി എറിയും, മീൻസ് ലഗേജൊക്കെ എടുത്ത് പുറത്തോട്ടിട്ട് പൊക്കോളാൻ പറയും. അപ്പോൾ അവിടെ സോഷ്യൽ വർക്കർ വരും. കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ ക്യാമറകൾ പരിശോധിക്കുമ്പോൾ ആ കെയർ ഗീവേഴ്സിനെ കുറിച്ച് കിട്ടുന്ന റിപ്പോർട്ട്സ് വളരെ ഭയാനകമായിരിക്കും, ഭീകരമായിരിക്കും. അപ്പം നമ്മൾ അവരെ വിളിച്ച് കൗൺസിലിംഗ് നടത്തും. ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, നിങ്ങളുടെ നാട്ടിലെ വീട്ടിൽ നിങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചിയും നോക്കാൻ വേണ്ടി നിങ്ങൾ ഒരാളെ വെച്ചാൽ അദ്ദേഹം ഫുൾ ടൈം ഫോണിലിരിക്കുകയും ജോലി ചെയ്യാതിരിക്കുകയും ആ അപ്പച്ചനും അമ്മച്ചിയും വിളിക്കുമ്പോൾ പോകാതിരിക്കുകയും അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാതിരിക്കുകയും ചെയ്താൽ വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവരെ പറഞ്ഞു വിടും. ദാറ്റ്സ് ദ സെയിം തിങ് ഇവിടെയും ചെയ്യും, ലോജിക്. രണ്ടാമത്തെ കാര്യം, ചില ഫാമിലി പറയും, മുഖത്ത് വെക്കുന്ന നിങ്ങളുടെ അടുത്ത് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം അവർ കുറച്ച് പൊളൈറ്റ് ഉള്ളവരായിരിക്കും. അപ്പം മക്കൾ കൂടി തീരുമാനിച്ചിട്ട് പറയും, അപ്പച്ചനെ അമ്മച്ചയെ നോക്കാൻ ഞങ്ങൾക്ക് സാധ്യതയില്ല, നമുക്ക് പൈസയില്ല, സോ ഐ എം സോറി, സോ അടുത്തൊരു ജോലിയിലേക്ക് പോകാം. റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ തരാം, പിന്നെ ഫോൺ നമ്പരും കൊടുത്തേര്. എവിടെ സോറി ഒരു കോൾ വന്നാണ്.
നിങ്ങൾ ഏത് ജോലിക്ക് പോയാലും ആ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി, റെക്കമെൻഡ് ചെയ്യാമെന്ന്. കാര്യം എങ്ങനെയും ഒന്ന് ഒഴിഞ്ഞു പോക്കോ എന്നാണത് പറയുന്നത്. ഇത് പച്ചയ്ക്ക് തന്നെ പറയുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോ പ്ലീസ്. ഞങ്ങൾക്ക് അപമര്യാദയോടുകൂടെ പെരുമാറി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയോടും ഈ അപമര്യാദ കാണിച്ചിട്ട് പോലും രാവിലെ കൊടുക്കേണ്ട ഗുളിക രാവിലെ തന്നെ കൊടുക്കണം. നിങ്ങളുടെ കോളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് 11:30 കൊടുക്കേണ്ടത്. വൈകുന്നേരം 8 മണിക്ക് കൊടുക്കേണ്ട ഗുളിക 10 മണിക്കല്ല കൊടുക്കേണ്ടത്. ഇൻസുലിനൊരു ടൈമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഉള്ള ഗുളിക, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ഗുളിക ഡോക്ടർ എഴുതി തരുന്നത് ഡോക്ടർ മണ്ടനായിട്ടല്ല. പക്ഷേ ആ വീട്ടിലേക്ക് നിങ്ങളെപ്പോലൊരു മണ്ടൻ കെയർ ഗീവർ വരുന്നത് കൊണ്ട് നിങ്ങളെ മാറ്റേണ്ടത് ആ ഫാമിലിയുടെ കടമയായതുകൊണ്ട് 2 രീതിയിൽ, ഒന്നുകിൽ ടെർമിനേഷൻ അല്ലെങ്കിൽ ശമ്പളമൊന്നും തരാനില്ല, ഒന്ന് പോയി തരാമോ എന്ന് പറയും. ഇനി സംഭവം 3 മാസമായൊരു കുട്ടി ഒരു വീട്ടിൽ ജോലിക്ക് കയറുന്നു, ഒന്നും പഠിക്കുന്നില്ല. ഈവൻ ദോ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പാലെടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ കഴിച്ച പാത്രം ഒന്ന് കഴുകാൻ, പാത്രം കഴുകി ഡ്രൈ ആക്കി വെക്കുമ്പം പുറകിലും മേലിലും എല്ലാം എച്ചിലിരിക്കുകയാണ്. അല്ലെങ്കിൽ ഗ്ലാസ് ഒന്ന് കഴുകാൻ, ഇഷ്ടംപോലെ സോപ്പിട്ട് കഴുകിക്കോളാൻ ഫാമിലി പറഞ്ഞാലും ഒന്ന് തൊട്ടിട്ട് ചെയ്യുന്നത്. റൂം കഴുകുന്നത് ക്ലീനേഴ്സ് ഇല്ല. അല്ലെങ്കിൽ അപ്പച്ചന് ഫുഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അമ്മച്ചിക്ക് ഫുഡ് കൊടുത്തിട്ട് ഈ ഒരു ടവൽ ഇടുന്നത് പോലും ആ ടവൽ കൊണ്ടും ഇങ്ങനെ, അതായത് ഫുള്ള് വേസ്റ്റ് ഇരിക്കുന്ന ടവൽ എടുത്ത് അപ്പച്ചൻ്റെ മുഖം തുടയ്ക്കുന്നു. ഇതൊക്കെ കാണാൻ ഫാമിലി എന്താണ് ചെയ്യേണ്ടത്? നാട്ടിലെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ കൃത്യമായി നമ്മൾക്ക് ഒരു കാൻഡിഡേറ്റ് നമ്മളിലേക്ക് വരുമ്പം ഫാമിലിയുടെ കൗൺസിലിംഗ് തൊട്ട് ഇവിടെ എന്താണ്, എങ്ങനെയാണ് ഫാമിലിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരുടെ കൾച്ചർ എന്താണ്, ട്രഡീഷൻ എന്താണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നതിന് ശേഷവും സമയം കിട്ടുമ്പോഴൊക്കെ ഈ പറയുന്ന കെയർ ഗീവേഴ്സിൻ്റെ അവരുടെ റെസിഡൻസിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തേക്ക് വിത്ത് അവർ പെർമിഷനോടുകൂടി നമ്മൾ പോയി അവൻ്റെ ബെഡ് പൊസിഷൻ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നിങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാറുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുള്ള ആൾക്കാരുണ്ട്. അവർ ഇതിൻ്റെ അകത്ത് വന്ന് കമൻ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം നമുക്ക് ആരെയും കൊണ്ടും പറഞ്ഞ് കമൻ്റ് ഇടിക്കാനോ ഫേക്ക് അക്കൗണ്ടിൽ ആരെങ്കിലും വന്ന് കമൻ്റ് ഇടാവോ എന്ന് ചോദിക്കാനും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, മുന്നോട്ടുള്ള മേഖലകളിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ജെറുസലേം സൈഡിൽ ഒരപ്പച്ചനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് അപ്പച്ചന് വയ്യാത്ത സാഹചര്യമായിരുന്നു. അദ്ദേഹം ജനലിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ വിശാലമായ ജെറുസലേമിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ കാണുന്നു. മലയാളി സ്വത്ത് കൂടുന്നു. ആ അപ്പച്ചനെ നൈസായിട്ട് അവിടെ വെച്ചിട്ട് രാത്രിയുടെ മറവിൽ പോകുന്നു, ഹോസ്റ്റലിൽ പോകുന്നു, എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, രാത്രിക്ക് പരവേശം കൂടുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്ത്, വിശപ്പല്ലേ, അപ്പച്ചൻ അവിടെ കിടക്കുകയാണ്, അപ്പച്ചന് ഗുളിക കൊടുത്തിട്ടില്ല, രാത്രിയിലെ ഗുളികയും കൊടുത്തിട്ടില്ല, അപ്പച്ചന് നല്ല ബോധമുണ്ട്. ഫ്രിഡ്ജ് തുറക്കുന്നു, മുട്ടയെടുക്കുന്നു, ഓംപ്ലേറ്റ് അടിക്കുന്നു. ഓംപ്ലേറ്റ് അടിക്കാൻ വെച്ചതേ ഓർമ്മയുള്ളൂ. അവൻ അടിച്ചതിൻ്റെ ബാക്കി തറയിൽ ഇങ്ങനെ കിടന്നു രാവിലെ വരെ ആ മുട്ട ഓംപ്ലേറ്റ് അവിടെ ഇരുന്ന് പുഴുങ്ങിയിരുന്നു. രാവിലെ മക്കൾ വന്ന് നോക്കാൻ തരാം, ആ മുറി നിറച്ചു പുകയും, ആ പുകയുടെ ഇടയിൽ ആ അപ്പച്ചനും കിടക്കുകയാണ്. ഒരു കെയർ ഗീവറെ ഏൽപ്പിച്ചിട്ട് പോയ ആ കുടുംബം, ആ സ്വന്തം അപ്പച്ചൻ, സ്വന്തം തന്തയും തള്ളയാണെങ്കിൽ ഇതുപോലെ നോക്കാൻ ഏൽപ്പിച്ചവൻ ഇതുപോലെ അടുക്കളയിൽ ഇങ്ങനെ ദണ്ഡത്തരം കാണിച്ചിട്ട് ആ പുകയ്ക്കുള്ളിൽ ചുമച്ചു കുറച്ച് കിടക്കുന്ന നമ്മുടെ അപ്പച്ചനെ അമ്മച്ചിയെ സ്വന്തം മക്കളാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ 3 മാസമായ ഒരു കുട്ടി പിന്നീട് ജോലിയില്ലാതെ 1.5 മാസം ഹോസ്റ്റലിൽ നിൽക്കുന്നു എന്നറിഞ്ഞപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ഇതുപോലെ എടാ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് എൻക്വയറി ചെയ്തപ്പം ആണ് ഈ കാര്യം അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കുട്ടി ചെയ്ത ജോലിയുടെ ആത്മാർത്ഥത കൊണ്ട് അല്ല കുട്ടിക്ക് പോകേണ്ടി വന്നത്. കുട്ടി ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ആ ഫാമിലി കുട്ടിയെ ടെർമിനേറ്റ് ചെയ്തതാണ്. അപ്പം പ്രജീവിച്ചോട്ടെ, ടെർമിനേറ്റ് ചെയ്തൊന്നുമല്ല, അവരെന്നെ സോഫയിൽ ഇരുത്തി പറഞ്ഞതാണ്, ഞങ്ങളുടെ അമ്മച്ചിയെ നോക്കാൻ അപ്പച്ചിയെ നോക്കാൻ സാലറി ഇല്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതാണ്. എനിക്ക് കരച്ചിൽ വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് നിങ്ങളെ നൈസായിട്ട് അവിടെ നിന്ന് മാറ്റിയതാണ്, അവിടെ പുതിയൊരാൾ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോൺടാക്റ്റ് ചെയ്യിപ്പിച്ച് കൊടുത്തു. അപ്പോഴാണ് ആ കുട്ടിക്ക് ബോധോദയം ഉണ്ടാകുന്നത്, ഞാനിവിടെ വന്നത് ജോലിക്കാണല്ലോ എന്ന്, ഫോൺ ചെയ്യാനല്ലോ എന്ന്. നിസ്സാരം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് കാണുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ, നമ്മുടെ മുറി, സ്വന്തം റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റാത്ത ഒരാളും കെയർ ഗീവർ മേലെ തിരഞ്ഞെടുക്കാതിരിക്കുക. സ്വന്തം റൂം അത് വീട്ടിലെ കാര്യമാണ്. സോ ഒരു അടുക്കും ചിട്ട ഉണ്ടാവുക. നമ്മുടെ എല്ലാ ബാച്ചിലും ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ മാസത്തിലേക്ക്
25 പേരോളം പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാ ബാച്ചിലും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 95% കുട്ടികൾ ഇവിടെ വന്ന് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ 5% ഈ അവരവരുടെ സ്വാർത്ഥതയിലേക്ക് അവരുടെ ജോലികളെ കൊണ്ടുപോകാറുണ്ട്. സോ ബാഡ് കമൻറ്റ് ഇടുന്നവർക്ക് ഇടാം, പക്ഷേ ഇനിയും ബാഡ് കമൻറ്റ് ഇട്ടാൽ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇടുക. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ബാഡ് കമൻറ്റ് ഇടാൻ താല്പര്യമുള്ളവർ മാത്രം ഇടുക. അങ്ങനെ ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നന്ദി. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്കും 1000 നന്ദി. കെയർ ഗീവർ മേഖല ട്രെയിനിങ് എല്ലാ മാസവും നമ്മൾ തുടരുന്നു. ഇനിയുമുള്ളത് ഏപ്രിൽ ബാച്ച് ഷെഡ്യൂൾഡായി. ഇനിയും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിലേക്കുള്ള ട്രെയിനിങ് തുടരുന്നു. കോൺടാക്റ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.